എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവം ആരെയാണ് കടാക്ഷിക്കുന്നത്? കടാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കടാക്ഷം ഒരുത്തൻ്റെ മേൽ വീണെന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടെന്നാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറിയെന്നാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ യാക്കോബ് ഭൗതിക മണ്ഡലത്തിലെ മനുഷ്യൻ, ഇസ്രായേൽ സ്പിരിച്വൽ മാൻ, ആത്മീയ മനുഷ്യൻ. ആത്മീയത്തിലും ഭൗതികത്തിലും ഭൂമിയിലും സ്വർഗത്തിലും ഒരുത്തൻ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൻ്റെ കടാക്ഷം ഒരുത്തൻ്റെ മേൽ വന്നാൽ. അരിഷ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ താഴ്മയുള്ളവൻ, നിലത്തോട് വയറ് പറ്റിയവൻ. കമന്ന് നിലത്ത് വീഴുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ വയറ് നിലത്തോട് പറ്റുന്നത്. അത്രയ്ക്കങ്ങ് താഴുകയാണ്. മോശയോട് ആൾക്കാർ വഴക്കിടാൻ വരുമ്പോൾ പൊസിഷനിൽ മോശ വളരെ ഉയർന്ന ആളാണെങ്കിലും മോശയുടെ ശുശ്രൂഷ അനുഭവിച്ചവരും മോശയെക്കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളവരും മോശയെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ സാറയെന്നും യജമാനെന്നും വിളിക്കേണ്ടവരും വന്ന് അവനോട് ചീത്ത പറയുമ്പോഴും മോശ കമന്നു വീണു, കവിണ്ണു വീണു. താഴ്മ. മനസ്സ് തകരുക എന്ന് പറഞ്ഞാൽ ദൈവം മുമ്പാകെ തകർന്നു എന്നാണ്, എന്ന് പറഞ്ഞാൽ ഉടഞ്ഞു എന്നാണ്. ഈ മനസ്സ് തകരുമ്പോൾ ഒരു മനുഷ്യന് പ്രാർത്ഥന ഉണ്ടാവും. ആ പ്രാർത്ഥനയാണ് സ്വർഗത്തെ കീറി മുറിച്ച് പോകുന്നത്. സാധാരണ നമുക്ക് ബുദ്ധിയിൽ എത്ര വേണേലും പ്രാർത്ഥിക്കാം, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാം. പബ്ലിക് മീറ്റിങ്ങുകളിൽ നമുക്ക് വളരെ വാചാലതയോടെ പ്രാർത്ഥിക്കാം. പക്ഷേ പ്രാർത്ഥനാമുറിയിൽ തകർന്ന അനുഭവങ്ങളിൽ നമ്മൾ പോലും അറിയാത്ത പ്രാർത്ഥനകൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് അത് സ്വർഗത്തെ ചലിപ്പിക്കുന്നു. അപ്പോൾ അവിടുന്ന് പിതാവ് വിളിച്ചു പറഞ്ഞു, നിൻ്റെ കണ്ണ് എങ്കിൽ നിന്ന് തിരിക്കുക, അതെന്നെ ഭ്രമിപ്പിക്കുന്നു. യേശു കർത്താവ് എന്ന് പറയുന്ന നമ്മുടെ ആത്മീയ മണവാളൻ പറയുന്നു, നിൻ്റെ കണ്ണ് എങ്കിൽ നിന്ന് തിരിക്കുക, അതെന്നെ ഭ്രമിപ്പിക്കുന്നു. ദൈവത്തെ ഭ്രമിപ്പിക്കുന്ന, നമ്മുടെ കർത്താവിനെ ഭ്രമിപ്പിക്കുന്ന പ്രാർത്ഥന നമ്മുടെ നാവിൽ നിന്ന് വരും. അത് മനസ്സ് തകരുമ്പോഴാണ്. മനസ്സുകാരെന്ന് എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണോ? വീട്ടുകാരാൽ റിജക്റ്റഡ് ആകുമ്പോഴാണ്. സ്നേഹിതർ പറയാണ്, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നല്ല സ്നേഹിതരെ കിട്ടി. യജമാനൻ പറയാണ്, നിൻ്റെ സേവനമൊക്കെ മതിയാക്കി, ഞങ്ങൾക്ക് വേറെ നല്ല ആൾക്കാരെ കിട്ടിയെന്ന് പറയും. വചനത്തിങ്കൽ വിറയ്ക്കുന്നവർ. വചനത്തിങ്കൽ വിറയ്ക്കുക എന്ന് പറയും. വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുക എന്നുള്ള ആക്ഷരിക അർത്ഥമാണോ? അത്ര ഭയത്തോടെ വിറയലോടെ ദൈവകൽപ്പന പ്രമാണിക്കുന്നു. ഒരു സ്ത്രീ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യേശുവേ, നിന്നെ മുലയേട്ടിയ മുലകളും നിന്നെ വഹിച്ച ഉദരവും അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. കർത്താവ് പറഞ്ഞ, അല്ല, എൻ്റെ ഈ വചനം കേട്ട് പ്രമാണിച്ചാൽ അതുപോലെ നീ വചനത്തെ ഗർഭം ധരിക്കും, അതുപോലെ നീ വചനത്തെ പ്രസവിക്കും. കണ്ടോ, വചനത്തെ ഗർഭം ധരിക്കുക, അരുളപ്പാടായിട്ട് അത് പുറത്തേക്ക് വരിക. ആ അത്ഭുതം വചനത്തിങ്കൽ വിറയ്ക്കുന്നവന് കിട്ടും. പിന്നെ എവിടെയാണ് പ്രശ്നം താഴെ പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 66:3, കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ മനുഷ്യനോട് വകയാണ്. കുഞ്ഞാടിനെ യാഗം കഴിക്കുന്നു, നായുടെ കഴുത്തൊടിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ വിലയേറിയ മനോഹരമായ അർപ്പണം ദൈവത്തിന് ചെയ്യുന്നു. അപ്പോൾ തന്നെ നായുടെ സ്വഭാവം ഛർദിക്ക് വീണ്ടും തിരിയുന്നു, പഴയ പാപങ്ങളിലേക്ക് തിരിയുന്നു, ആരാധനയ്ക്ക് വരുന്നുണ്ട്, പക്ഷേ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടില്ല, മനഃപൂർവ്വമായി അഴുക്കിലേക്ക് പോകുന്നു. ഭോജനയാഗം കഴിക്കുകയും പന്നിച്ചോര അർപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇപ്പോൾ നായ്, പന്നിയൊക്കെ നമുക്ക് സുപരിചിതമായ വാക്കുകളാണ്. കുളിച്ചിട്ട് വീണ്ടും ചെളിയിൽ ഉരുളുന്ന പന്നി, അഴുക്കിലേക്ക് വീണ്ടും തിരിയുന്ന നായ്, ധൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ സ്തുതിയുണ്ട്, ആരാധനയുണ്ട്, പക്ഷേ ദ്രവ്യാഗ്രഹമുണ്ട്, വിഗ്രഹങ്ങളുണ്ട്. ഇവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സ് മ്ലേച്ഛ വിഗ്രഹങ്ങളിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ ദൈവം പറഞ്ഞു, ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്കും വരുത്തും. എന്തിനാണിപ്പോൾ ആരാധിക്കാൻ വരുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? കുഞ്ഞുങ്ങൾ സുഖമായിരിക്കണം, യാത്രയിൽ സംരക്ഷണം കിട്ടണം, ഈ സ്വത്തും വീടും ഒന്നും അന്യാധീനപ്പെട്ടു പോകരുത്, വിദേശ രാജ്യങ്ങളിൽ കേൾക്കുന്ന പോലെ യുദ്ധമോ ബോംബോ ഒന്നും വരരുത്, വെള്ളപ്പൊക്കം വരരുത്. ഈ ഭയം ഒഴിവാക്കാനാണ് ഈ യാഗമെല്ലാം കഴിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ
ദൈവമില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ നടക്കുന്ന ആൾക്കാരെ പോലെ നടന്നേനെ. പക്ഷേ ഈ പേടിയുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, നോ, ദൈവത്തെ പറ്റിക്കാനൊന്നും പറ്റുകയില്ല. നിങ്ങൾ ഭയപ്പെടുന്നത് വരും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു അരിഷ്ടനാകാൻ, മനസ്സ് തകരാൻ, വചനത്തിങ്കൽ വിറയ്ക്കാൻ. അതിൻ്റെ അടുത്ത പടി എന്താണ്? അടുത്ത പടി അത് 66:5 യഹോവയുടെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെ, വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കിക്കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ. എത്ര കഷ്ടമല്ലേ! ശത്രുക്കളല്ല പുറത്താക്കിയത്, അന്യരല്ല, നിങ്ങളുടെ സഹോദരന്മാർ വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും നിങ്ങളെ പുറത്താക്കി. എന്താ കാര്യം? എൻ്റെ നാമനിമിത്തം. ഒരുത്തിന് ആത്മീയമായിട്ട് ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ ഒറ്റപ്പെടും. കാരണം ഇപ്പോഴത്തെ കൾച്ചർ അങ്ങനെയാണ്. വീട്ടിലായാലും ചർച്ചിലായാലും ലോകത്തിൻ്റെ കൾച്ചറുണ്ട്, സമുദായത്തിൻ്റെ കൾച്ചറുണ്ട്. അപ്പോൾ കർത്താവ് ഒരുത്തനെ വേർതിരിക്കുന്നു. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. അതൊരു വേർപാടാണ്. ദൈവം വേർതിരിക്കും. അതിൻ്റെ ഒരു പാക്കേജാണിത്. ജോസഫിനെ വേർതിരിച്ചു. 11 പേർക്ക് ഇല്ലാതിരുന്ന വർണ്ണ ഉടുപ്പ്, പല നിറത്തിലുള്ള പല കളറുള്ള ഒരു ഉടുപ്പ് ജോസഫിനിട്ടപ്പോൾ ജോസഫ് വേർതിരിയപ്പെട്ടു. അതോടുകൂടി അവൻ ഒറ്റപ്പെടുകയാണ്. ദാവീദിൻ്റെ മേൽ കൃപ വന്നു, അവന് പ്രശംസ കിട്ടി. പിന്നീട് അവൻ ഒറ്റപ്പെടുകയാണ്. രാജകൊട്ടാരത്തിൽ നിന്ന് ദുർഗങ്ങളിലേക്കും മരുഭൂമിയിലേക്കും പലായനം ചെയ്യേണ്ടി വരികയാണ്. വാളിനെയും കുന്തത്തെയും ശത്രുവിനെയും ഭയന്ന് ഓടേണ്ടി വരികയാണ്. ആ സമയത്താണ് കർത്താവ് ഒരുവന് ആത്മീയ വർധന നൽകുന്നത്, തൻ്റെ ശുശ്രൂഷകനാക്കി മാറ്റുന്നത്, ആലയം പണിക്ക് വേണ്ടി വേർതിരിക്കുന്നത്, സഭയുടെ പുനരുത്ഥാനത്തിന് വേണ്ടി, കേടുപോക്കലിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, വിശ്വാസികൾക്ക് ആത്മീയമായ ഉന്നമനം കൊടുക്കാൻ വേണ്ടി ഒരുവനെ ഒരുക്കുന്ന കാലമാണത്. അതിൻ്റെ പരിസമാപ്തിയാണിവിടെ. നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കിയല്ലോ നിങ്ങളുടെ സഹോദരന്മാർ. എന്നാൽ അവർ ലജ്ജിച്ചു പോകും. നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്നൊരു നാദം കേൾക്കുന്നു. തൻ്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. പിന്നീടുള്ള വചനങ്ങൾ അത്ഭുതകരമാണ്. 30 വർഷമായി, 40 വർഷമായി, 50 വർഷമായി ഒന്നും നടന്നില്ല എന്ന് പറയരുത്. നോവ് കിട്ടും മുമ്പേ പ്രസവിക്കും, വേദന വരും മുമ്പേ ആൺകുഞ്ഞിനെ പ്രസവിക്കും. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കും, ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കും. കർത്താവ് പറയണം, ഞാൻ പ്രസവദോരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. വലിയ വിടുതലുകൾ ദൈവം ചെയ്യും, വലിയ അനുഗ്രഹങ്ങൾ ചെയ്യും. ഇത്ര നാൾ കാത്തിരുന്നതും നിലവിളിച്ചതും ഇച്ഛാഭംഗത്തിലും നിരാശയിലും വീണതും ഒന്നും ഒറ്റയ്ക്കായിരുന്നില്ല. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. അവൻ പരിസമാപ്തി വരുത്തും. അവൻ മനോഹരമായ അന്ത്യം കുറിക്കും. രാജ്യങ്ങളും ദേശങ്ങളും ഒന്നായിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയും. അവർ അവരുടെ രക്ഷയുടെ പാറയെ കണ്ടെത്തും. അവർ രക്ഷയുടെ ഉറവുകളിലേക്ക് വരും. കർത്താവിലെ സ്വീകരിച്ചതിനാൽ വീടുകൾ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറഞ്ഞവരായി മാറും. ഭൂമിയിലെ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായവൻ കുടുംബങ്ങളെ അനുഗ്രഹിക്കും, പണിയും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കൃപയും സമാധാനവും നൽകട്ടെ. ആമേൻ.